Okay, so hello everyone. So this is going to be a series of Python tutorial, and yeah, so this is day one. Okay, so ഇതിനകത്ത് we'll be talking about the basics that we have to learn, that we need in order to learn Python. So അതിനകത്ത് നമ്മൾ first of all എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ we need a space for writing our code. Okay, അപ്പം we can write code in the notepad. That's very simple as we all know, but we can't compile it. Okay, നമുക്കതിന് കമ്പൈൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമുക്കിപ്പം കോഡ് ഈസി ആയിട്ട് റൺ ചെയ്യാനോ ഓട്ടോ സജഷൻസോ ഒന്നും അതിലുണ്ടാവില്ല, നോട്ട് പാഡിലുണ്ടാവില്ല. സോ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു എൻവയൺമെൻറ്റ് ആവശ്യമാണ്. ഓക്കെ, എൻവയൺമെൻറ്റ് ഇൻ ദ സെൻസ് ഒരു സ്പേസ് ആണ്. നമ്മൾ കോഡ് എഴുതി അതിനെ കമ്പൈൽ ചെയ്ത് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് വ്യൂ ചെയ്യാനും ഓട്ടോ സജഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കോഡ് ചെയ്താം. ഓക്കെ, അപ്പോൾ അതിനുള്ള സ്പേസ് ആണ് നമ്മൾ IDE എന്ന് പറയുന്നത്. IDE ഇൻ ദ സെൻസ് ഇറ്റ്സ് എ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയൺമെൻ്റ് ആണ്. ഓക്കെ, ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും എന്തുണ്ടാവും, ഓരോ IDE ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ C++, ജാവ സ്ക്രിപ്റ്റ് ഇങ്ങനെയുള്ള ഇതിനൊക്കെ ആണെങ്കിൽ യൂഷ്വലി VS കോഡാണ് അതിൻ്റെ IDE ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പൈത്തൺ ആണ് നോക്കാൻ പോകുന്നത്. സോ പൈത്തണ് നമുക്ക് പൈച്ചാൻ പോലുള്ള IDEs ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓൺലൈൻ IDE ആണ്. ഓക്കെ, ഓൺലൈനായിട്ട് കമ്പൈൽ ചെയ്യാൻ പറ്റുന്ന ലൈവായിട്ടുള്ള ഒരു IDE ആണ്, ആൻഡ് വിച്ച് ഇസ് ടോട്ടലി ഫ്രീ. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. സോ അതിൻ്റെ പേരാണ് റിപ്ലിറ്റ്. ഓക്കെ, സോ ഇതിലാണ് നമ്മൾ കോഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് റിപ്ലിറ്റ്. സോ നമ്മൾ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, യാ, സോ ദിസ് ഇസ് ദ എന്താണ് ഇൻ്റർഫേസ് ഓഫ് റിപ്ലിറ്റ്. ഓക്കെ, സോ വൺസ് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, സൈൻ അപ്പ് ചെയ്യണം. ഓക്കെ, ഇഫ് യു ആർ യൂസിങ് ദിസ് വെബ്സൈറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം യു ഹാവ് ടു സൈൻ അപ്പ്. അപ്പോൾ നമ്മൾ സൈൻ അപ്പ് ചെയ്യുന്നു. സൈൻ അപ്പ് ചെയ്തു, ആൻഡ് യു ക്യാൻ ഗോ വിത്ത് എനി ഓപ്ഷൻസ് ഓവർ ദെയർ. ഇപ്പോൾ ഞാനിവിടെ ഗൂഗിളാണ് എടുക്കുന്നത്. ആൻഡ് യാ, സൈൻ അപ്പ് കംപ്ലീറ്റ് ആയി. ഓക്കെ, സൈൻ അപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആ ഒരു പേജിലോട്ട് എൻ്റർ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ റൈറ്റ് കോർണറിൽ എന്തുണ്ടാവും, ഒരു പുതിയ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ റിപ്പിൾസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ ക്രിയേറ്റ് ന്യൂ പേജ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ പൈത്തൺ ആണ് പഠിക്കാൻ പോകുന്നത്. സോ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് എന്താണ്, പൈത്തൺ റിപ്ലിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, ആൻഡ് ഇവിടെ എന്താണ് അതിൻ്റെ പേരുണ്ടാവും. ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ് ഓവർ ദെയർ. ദെൻ ജസ്റ്റ് ക്ലിക്ക് ഓൺ ക്രിയേറ്റ് റിപ്പിൾ. So that എന്താണ് നമ്മുടെ റിപ്പിൾ വിൽ ബി ക്രിയേറ്റഡ്. ഓക്കെ, സോ നമ്മൾ കണക്റ്റഡായി, നമ്മുടെ പേജ് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, ഇന്ന് വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് 4 things. ഓക്കെ, സോ നമ്മളെല്ലാപ്പോഴും വളരെ കുറച്ച് പോർഷൻസ് ആണ് പഠിക്കുന്നത്, ബട്ട് വി ഹാവ് ടു മേക്ക് ഇറ്റ് കൺസിസ്റ്റൻറ്റ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4 കാര്യങ്ങളാണ്. ആദ്യത്തേത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യത്തേത് എന്താണ് വേരിയബിൾസ്, ദെൻ രണ്ടാമത്തേത് ഫങ്ഷൻസ് എന്താണ്, അതുപോലെ തന്നെ മൂന്നാമതായിട്ട് കോൾ ബാക്ക് ഫങ്ഷൻസ്, എങ്ങനെയാണ് ഒരു ഫങ്ഷൻ കോൾ ബാക്ക് ചെയ്യുക, ദെൻ അല്ലെങ്കിൽ ഫങ്ഷൻ കോൾ ചെയ്യുക, ദെൻ നാലാമത്തത് ഡിക്ഷണറീസ്. ഓക്കെ, ഈ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ദിസ് ഈസ് ദ പ്ലേസ് വെയർ വി ക്യാൻ റൈറ്റ് ദ കോഡ്. ഓക്കെ, എന്നിട്ട് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ നമുക്ക് കൺസോളിൽ, ഇതിനെയാണ് നമ്മൾ കൺസോൾ എന്ന് പറയാം. ഓക്കെ, വെർ വി ക്യാൻ സീ ദ കോഡ്. അപ്പോൾ ഈ ഒരു സ്പേസ് നമ്മൾ കൺസോൾ എന്ന് പറയുന്നു. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ ഒരു വേരിയബിൾ എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മാത്സിലൊക്കെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ, അതായത് ഇപ്പം x = 10, y = എന്താണ് 5, അങ്ങനെ നമ്മൾ അപ്പോൾ എക്സും വൈയും എന്താണ്, ഒരു വേരിയബിൾ ആണ്. ഓക്കെ, ആ വേരിയബിളോട്ട് നമ്മൾ എന്താണ് വാല്യൂ 10 അല്ലെങ്കിൽ 5 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇതന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ എന്താണ് ക്രിക്കറ്റ് _ പ്ലെയർ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഈ _ എന്തിനാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ പൈത്തൺ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും അതിൻ്റേതായിട്ടുള്ള സിൻടാക്സ് ഉണ്ട്. അപ്പം ഇവിടെ _ എന്ന് പറയുന്നത് നമ്മൾ സ്പേസിൻ്റെ സ്ഥലങ്ങളിലാണ് എന്ത് കൊടുക്കുക, നമ്മൾ _ കൊടുക്കുക. ഓക്കെ, ക്രിക്കറ്റ് പ്ലെയർ നമ്മൾ കൊടുത്തു, ഇനി ഇവിടെ ഒരു സ്പേസ് ഇട്ടു,
ഈക്വൽ ഇട്ടു. ഓക്കെ, ഈക്വൽസ് ഇട്ടു. എന്നിട്ട് നമ്മൾ എന്താ ആക്ച്വലി ഇത് ഈക്വൽ എന്ന് പറയുന്നത് രണ്ട് ഈക്വൽ സൈൻ വരുമ്പോഴാണ് ഇത് ഈക്വൽ ആവുക. ഇത് ആക്ച്വലി അസൈൻ എന്നുള്ള ഒരു ടേമിലാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അതായത് രണ്ട് ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാലാണ് എന്ത് ഈക്വൽസ് ടു എന്ന് പറയാം നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ. ഒരു ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ അതിനെ അസൈൻ എന്നാണ് പറയാം. ഓക്കെ, ഇവിടെ ഒരു സ്ട്രിങ്. ഓക്കെ, അതായത് ഡബിൾ കൊട്ടേഷൻ റൈറ്റ് വിരാട് കോഹ്ലി ആസ് വി ആൾ നോ. ബിഗ് ഫാൻ ഓഫ് ഹിം. ഫൈൻ. സോ വിരാട് കോഹ്ലി അല്ലേ, അപ്പോൾ വിരാട് കോഹ്ലി ഞാൻ ഇട്ടു. ഇനി നമ്മൾ ഈ രണ്ട് കൊട്ടേഷൻ, ഓക്കെ, കൊട്ടേഷൻസിൽ നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിന് സ്ട്രിങ് എന്നാണ് പറയാം. ഓക്കെ, വാട്ട് ഇസ് ഇറ്റ്? സ്ട്രിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്തു. അതായത് ഈ ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് ഞാൻ എന്ത് വാല്യൂ അസൈൻ ചെയ്തു? വിരാട് കോഹ്ലി എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആൽഫബറ്റ്, ഇപ്പം സംഗീത എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. അതുപോലെ ഇപ്പം നമ്മളൊരു പേര് അല്ലെങ്കിൽ ഒരു ഇപ്പം ആപ്പിൾ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ്. ഓക്കെ, അപ്പോൾ കൊട്ടേഷൻസിൽ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതെന്താണ്? ഒരു സ്ട്രിങ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഫൈൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു 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 സ്ട്രിങ് ഒരു വാല്യൂ അല്ലെ, സ്ട്രിങ് ആയിട്ടുള്ള ഒരു വാല്യൂവിനെ ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ വേരിയബിൾ എന്ന് പറയാം. ഓക്കെ, ഇനി ഐ വോണ്ട് യു ടു അസൈൻ അല്ലെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വാല്യൂ ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യും. ഇപ്പോൾ നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ എങ്ങനെയാണ് നമുക്കിപ്പം ഓക്കെ ഫുട്ബോൾ പ്ലെയർ, ഓക്കെ, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ നമ്മൾ എങ്ങനെ അസൈൻ ചെയ്യും? അപ്പം സിമിലർലി അപ്പോൾ നമ്മുടെ വേരിയബിൾ ആദ്യം എഴുതണം അല്ലേ. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം തൊട്ടാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഈക്വൽസ് എന്താണ്? ഫൈൻ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? വാല്യൂ നമ്മൾ അസൈൻ ചെയ്തു. ഫൈൻ. ഓക്കെ, വി ഹാവ് അസൈൻഡ് ദ വാല്യൂ ഓവർ ഹിയർ. അപ്പോൾ നമ്മൾ വാല്യൂ അസൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു വാല്യൂ ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഇതാണ് വേരിയബിൾ. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി, അതിലെങ്ങനെയാണ് വാല്യൂ അസൈൻ ചെയ്യാമെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്താണ് ഒരു ഫംഗ്ഷൻ. ഓക്കെ, ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും പൈത്തണിൽ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാണ് ചെയ്യുക നമ്മൾ. ഓക്കെ, ഒരു പൈത്തൺ നമ്മൾ ഡിഫൈൻ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ DEF എന്ന് എഴുതണം. ഓക്കെ, എന്നിട്ട് എന്താണ്? നമ്മൾ ആ ഫംഗ്ഷൻ ഒരു പേര് കൊടുക്കണം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പേര് കൊടുക്കുകയാണ് ഫേവറേറ്റ് പ്ലേയേഴ്സ്. ഓക്കെ, സ്പേസ് ഇട്ടു, നമ്മൾ എന്ത് ചെയ്തു? പ്ലേയേഴ്സ് ഇട്ടു. ഓക്കെ, ഇതാണ് എൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ഒരു ഫംഗ്ഷൻ്റെ പേര്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താണെന്ന് പറഞ്ഞുതരാം. ഫേവറേറ്റ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ഇട്ടു. ഫംഗ്ഷൻ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ബ്രേസസ് എപ്പോഴും എന്താണ്? ഓരോ ഫംഗ്ഷൻ്റെയും എൻഡിൽ വി ഹാവ് ടു യൂസ് ബ്രേസസ്. ഓക്കെ, ആൻഡ് അതിന് ശേഷം ഒരു സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ എന്തായി? ഒരു ഫംഗ്ഷനായി. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഫംഗ്ഷൻ. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ എഴുതുക. എന്താ? നമ്മൾ ആ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാണ് ചെയ്യുന്നത്. ഡിഫൈനിങ്ങിൽ DEF നമ്മൾ ഫസ്റ്റ് കൊടുത്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ റൈറ്റ് ദ നെയിം ഓഫ് നമ്മുടെ ഫംഗ്ഷൻ ആൻഡ് ദെൻ വി ക്യാൻ യൂസ് ദ ബ്രേസസ്. ആഫ്റ്റർ ദാറ്റ് സെമിക്കോളൻ. ഓക്കെ, ഇനി ഈ ഓരോ ഫംഗ്ഷൻ്റെയും ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫംഗ്ഷൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ വേരിയബിൾസ് ഇടുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ഇതൊന്ന് ഗ്യാദർ ചെയ്തിട്ട് ഒരു ടാബ് കീ കൊടുത്ത് എന്തായി? ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ എന്തിട്ടു? നമ്മുടെ വേരിയബിൾസ് വന്നു. ഓക്കെ, ഇനിയാണ് നമ്മുടെ കളി നടക്കാൻ പോകുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ അകത്ത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് നമ്മൾ റിട്ടേൺ ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടത് ഇതാ ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിനെ ഞാൻ റിട്ടേൺ ചെയ്യാണ്. ഓക്കെ, ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറഞ്ഞ വേരിയബിളിനെ ഞാൻ എന്ത് ചെയ്തു? റിട്ടേൺ ചെയ്തു. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താകുമെന്ന് വെച്ചാൽ എപ്പോഴൊക്കെ നമ്മൾ ഫേവറേറ്റ് പ്ലെയേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുന്നു അപ്പോഴൊക്കെ എന്ത് സംഭവിക്കും? ഈ ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറയുന്ന വേരിയബിൾ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ,
ഇതാണ് ഒരു ഫംഗ്ഷൻ എഴുതുക. ഓക്കെ, ദിസ് ഇസ് ഓൾ അബൌട്ട് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നു, ബ്രേസസ് ഇടണം, സെമി കോളൻ ഇടണം. ഓക്കെ, മീൻ സെമി കോളൻ അല്ല, സോറി, കോളൻ ഇടണം. ആൻഡ് ഇൻസൈഡ് ഇട്ട് എന്താണ് നമ്മൾ നമ്മുടെ വേരിയബിൾസ് എഴുതി. അതിനുശേഷം നമ്മൾ ആ ഒരു ഏത് വേരിയബിൾ ആണ് നമുക്ക് വേണ്ടത് അത് കോൾ ചെയ്തു, റിട്ടേൺ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഈ ഫംഗ്ഷൻ നമ്മൾ കോൾ ബാക്ക് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അതായത് ഈ ഫംഗ്ഷൻ വിളിക്കാൻ പോകുന്നു. എങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റും? ഓക്കെ, ഇപ്പം നമ്മളിവിടെ കുറേ കോഡുകൾ എഴുതിയെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് ഈ ഫംഗ്ഷനെ വിളിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ഇപ്പം നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ്, ഓൾറെഡി ഇങ്ങനെ ഓട്ടോ സജഷൻസ് വരും. ഓക്കെ, റെക്കമെൻഡേഷൻസ് വരും. നമ്മൾ ഫേവറേറ്റ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ വിളിച്ചു. ആൻഡ് ഫംഗ്ഷന് ശേഷം എന്ത് കൊടുക്കണം? ബ്രേസസ് കൊടുക്കണം. ഓക്കെ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവിടെ എന്ത് വേണം? ബ്രേസസ് മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഫേവറേറ്റ് പ്ലെയേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഈ ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറയുന്ന വേരിയബിൾ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും. നമ്മളിവിടെ റിട്ടേൺ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് എന്താ? ക്രിക്കറ്റ് പ്ലെയർ ആണ്. സോറി, ക്രിക്കറ്റ് പ്ലെയർ ആണ്. ഓക്കെ, ക്രിക്കറ്റ് പ്ലെയർ ആണ്. ഓക്കെ, ഫൈൻ, ലെറ്റ്സ് സീ. ഓക്കെ, ക്രിക്കറ്റ് പ്ലെയർ. ഓക്കെ, അതായത് വിരാട് കോഹ്ലി എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ആവും. നമുക്ക് ഇവിടെ കാണണം അല്ലേ? യു ഹാവ് ടു സീ ഇറ്റ് ഇൻ ദ കൺസോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഈ ഫേവറേറ്റ് പ്ലേയേഴ്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഈ ഫംഗ്ഷനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അത് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടും. ഓക്കെ, അതായത് ഇവിടെ എന്താ റിട്ടേൺ ചെയ്തിരിക്കുന്നത്? ക്രിക്കറ്റ് പ്ലെയർ ആണ്. ക്രിക്കറ്റ് പ്ലെയറിനകത്ത് എന്താ ഉള്ളത്? വിരാട് കോഹ്ലിയാണ്. ഓക്കെ, അപ്പോൾ വിരാട് കോഹ്ലി എന്ന് പറയുന്ന വാല്യൂ എവിടെ എത്തി? ഇവിടെ എത്തി. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ വേറെ ഒരു ഇതിലേക്ക് അസൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ലെറ്റ്സ് സേ. ഓക്കെ, നമ്മൾ അസൈൻ ചെയ്യാൻ പോവുക. എന്താണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്? ലെറ്റ്സ് സേ ഓക്കെ, പ്ലെയർ പ്ലെയർ എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക, ഒരു വേറൊരു വേരിയബിളാണ്. ഓക്കെ, ഇതിനകത്തോട്ട് നമ്മൾ അസൈൻ ചെയ്തു. അപ്പോൾ എന്തായി? ഇവിടെ ഫേവറേറ്റ് പ്ലെയർ വിളിച്ചു, വിരാട് കോഹ്ലി എവിടെ എത്തി? ഫേവറേറ്റ് പ്ലെയേഴ്സിനെ വിളിച്ചു. അപ്പോൾ എന്താണ്? വിരാട് കോഹ്ലി റിട്ടേൺ ചെയ്തു. ആൻഡ് ഈ വിരാട് കോഹ്ലി ഇപ്പോൾ ഫേവറേറ്റ് പ്ലേയേഴ്സിലുള്ളത്. ഇതിനെന്ത് ചെയ്തു? നേരെ ഇവിടേക്ക് പ്ലേസ് ചെയ്തു. പ്ലെയർ എന്ന് പറയുന്നോട്ട് പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ പ്രിൻ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അതിനകത്ത് നമ്മൾ പ്ലെയർ എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കും നമുക്ക് നോക്കാം അല്ലേ? എന്താ സംഭവിച്ചത്? സി, റൺ കൊടുത്തു. ലെറ്റ്സ് സീ വാട്ട്സ് ഗോണ ഹാപ്പൻ. ഓക്കെ, വി ഹാവ് ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, മിസ്റ്റേക്സ് ആർ വെരി കാഷ്വൽ ആൻഡ് ഇതിലൂടെ എററിലൂടെ നമ്മൾ എപ്പോഴും പഠിക്കാം. ഓക്കെ, എറേഴ്സ് വരണം, എന്നാലാണ് നമ്മൾ എപ്പോഴും പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് എറർ വന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, എന്താണ് നമ്മൾ ഈ ഫംഗ്ഷൻ്റെ അകത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ വര എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഈ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്തത് ഇത് എഴുതാനായിട്ട് പാടില്ല. ഓക്കെ, നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ റിസൾട്ട്. യാ, സി, വിരാട് കോഹ്ലി ഈസ് ഹിയർ. ഇതെങ്ങനെയാണ് ഇവിടെ വിരാട് കോഹ്ലി വന്നേ? എന്ത് ചെയ്തു? നമ്മൾ ഫേവറേറ്റ് പ്ലെയേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചു. ആ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ റിട്ടേൺ ചെയ്തിരിക്കുന്നത് എന്താണ്? ക്രിക്കറ്റ് പ്ലെയർ ആണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറയുന്നതിന് വാല്യൂ എന്താ? വിരാട് കോഹ്ലിയാണ് അല്ലേ? അപ്പോൾ ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മൾ റിട്ടേൺ ചെയ്തു. അത് എവിടേക്കാണ് റിട്ടേൺ ചെയ്തത്? ഇവിടെ എത്തി അല്ലെ? എവിടെയാണ് നമ്മൾ വിളിച്ചത്? എവിടെയാണോ ആ ഒരു ഫംഗ്ഷൻ വിളിക്കുന്നത് അവിടേക്ക് ആ വാല്യൂ വന്നു, ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറഞ്ഞ വാല്യൂ വന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു വാല്യൂവിന് നമ്മൾ പ്ലെയർ എന്ന് പറയുന്ന മറ്റൊരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്തിട്ട് ഈ പ്ലെയർ നമ്മൾ എന്ത് ചെയ്തു? പ്രിന്റ് ചെയ്യാൻ കൊടുത്തു. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? വിരാട് കോഹ്ലി കിട്ടി. സിമിലർലി ഇഫ് വി ആർ റിട്ടേണിങ് എന്താണ് ഫുട്ബോൾ പ്ലെയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുട്ബോൾ പ്ലെയർ ആണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നതെന്ന് വിചാരിക്കൂ. ഓക്കെ, ഇത് നമ്മൾ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഇവിടെ എന്ത് വരും? ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നു. എങ്ങനെയാണ്? സി, ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ വിളിച്ചു അല്ലെ, ഈ ഫേവറേറ്റ് പ്ലെയേഴ്സിന് വിളിച്ചു. അപ്പോൾ എന്താണ് റിട്ടേൺ ചെയ്യുന്നത്? എന്താ? ഫുട്ബോൾ പ്ലെയർ ആണ്. ഫുട്ബോൾ പ്ലെയർ എന്ന് പറഞ്ഞ വേരിയബിളിലെ എന്ത് വാല്യൂ ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്? ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ഓക്കെ, ആൻഡ് എന്നിട്ട് ശേഷം അതിന് അപ്പോൾ ഇവിടെ എന്താണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നു. ഏതിലോട്ട്? അത് ഈ പ്ലെയർ എന്ന് പറയുന്നതിലോട്ടാണ് നമ്മൾ അസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ആൻഡ് അത് പ്രിന്റ് ചെയ്തപ്പോൾ നമുക്ക് പേര് കിട്ടി. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുക? നമ്മൾ കോൾ ചെയ്യുക. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഡിക്ഷണറി. ഓക്കെ, ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മൾ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഡിക്ഷണറിയിൽ എന്താ ഉണ്ടാവുക?
ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലോട്ട് ഓഫ് വേർഡ്സ് അല്ലേ. ആ വേർഡ്സ് അതിൻ്റെ മീനിങ്സ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലിസ്റ്റ്, ഓക്കെ, വേർഡ്സിൻ്റെയും അതിൻ്റെ മീനിങ്സിൻ്റെയും ലിസ്റ്റാണ് നമുക്കിവിടെ ഉണ്ടാവുക. ഇപ്പോൾ നമ്മളിപ്പം ഒരു ലെറ്റ്സ് സേ ഒരു ഡിക്ഷണറി ആണ് കേട്ടോ. ഒരു ഡിക്ഷണറി, നമ്മൾ ഒരു ഡിക്ഷണറി എപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ വിളിക്കുക. ഒരു ഡിക്ഷണറി എന്തെങ്കിലും ഒരു വേരിയബിൾ നമുക്ക് എഴുതാം. ആൻഡ് അതിനുശേഷം നമ്മൾ ബ്രേസസ് ഓപ്പൺ ചെയ്യുക. കേളി ബ്രേസസ് ആണ് വേണ്ടത്. ആൻഡ് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഓരോ കാര്യങ്ങൾ നമുക്ക് എഴുതാം. ഇപ്പം ലെറ്റ്സ് സേ ഓക്കെ, ലെറ്റ്സ് സേ ഷേക്സ്പിയർ. ഓക്കെ, ആൻഡ് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് നമ്മൾ എഴുതുകയാണ്. സോറി, അതല്ലോ. ആൻഡ് അടുത്തൊരു ബുക്ക്, അടുത്ത ഒരു ഓക്കെ, ലെറ്റ്സ് സേ ഓക്കെ, ബനിയൻ. ഓക്കെ, ദ തേർഡ് ഡോർ. ഓക്കെ, സോ ഇപ്പം ഇതാണ് എന്ത്, ഒരു ഡിക്ഷണറി എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഫസ്റ്റ് വൺ ആണ് എന്ത്, ഇവിടുത്തെ കീ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ വാല്യൂ ആണ് എന്ത്, ഇവിടെ നമ്മൾ തന്നിരിക്കുന്നത്. ഓക്കെ, സിമിലർലി ഇതാണ് ഇവിടുത്തെ കീ, ഇതിൻ്റെ വാല്യൂ ആണ് ദ തേർഡ് ഡോർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിക്ഷണറി എന്ന് വിളിക്കുന്നത്. ഇനി ഇപ്പം നമുക്ക് ഇവിടെ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ എന്താ, ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം എഴുതാൻ പോവാണ്. ഓക്കെ, ലെറ്റ്സ് ഞാൻ പ്ലെയേഴ്സ് എന്ന് പറയുന്ന ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നു. പ്ലെയേഴ്സ് എന്ന് പറയുന്ന ഒരു ഡിക്ഷണറി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ ഫൈൻ, പ്ലെയേഴ്സ് എന്ന് പറഞ്ഞൊരു ഡിക്ഷണറി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ലെറ്റ്സ് ഇത് നമ്മൾ ഇതിനകത്ത് കൊണ്ട് തന്നെ പ്ലെയേഴ്സ് എന്ന് പറയുന്ന ഡിക്ഷണറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് ഞാൻ എന്താണ് എഴുതാൻ പോകുന്നതെന്നറിയോ, പ്ലെയേഴ്സിനകത്ത് ഓക്കെ, സോ ഞാൻ ക്രിക്കറ്റ് എന്ന് എഴുതാൻ പോവാണ്. ക്രിക്കറ്റ്, അതിന് വാല്യൂ ആയിട്ട് നമ്മൾ ക്രിക്കറ്റ് പ്ലെയർ കൊടുക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ക്രിക്കറ്റ് പ്ലെയർ ആരാണ്, വിരാട് കോഹ്ലി. വിരാട് കോഹ്ലി എവിടെ എത്തും, ഇവിടെ എത്തും. ഓക്കെ, സോറി. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്തത് ഫുട്ബോൾ. ഓക്കെ, ഫുട്ബോൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഫുട്ബോൾ പ്ലെയർ, ഈ വാല്യൂ എന്ത് ചെയ്യും, അവിടെ എത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്ലെയേഴ്സ് എന്നതിന് ഇവിടെ നമ്മൾ ഇത് റിട്ടേൺ ചെയ്യാണ്ട് ഈ ഡിക്ഷണറിൻ്റെ പേര് നമ്മൾ റിട്ടേൺ ചെയ്യാൻ കഴിക്കും. ഓക്കെ, പ്ലെയേഴ്സ്. ഓക്കെ, ഈ ഒരു വാല്യൂ നമ്മൾ റിട്ടേൺ ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മളിവിടെ പ്രിന്റ് പ്ലെയർ എന്ന് പറയുന്ന വിളിച്ചു കഴിഞ്ഞാൽ എന്ത് വരും, ഈ പ്ലെയർ ഇവിടെയാണ് അല്ലേ. പ്ലെയറിനകത്ത് ഏത് ഫംഗ്ഷനാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്, ഫേവറേറ്റ് പ്ലെയേഴ്സാണ്. ഈ ഫംഗ്ഷനാണ് വിളിച്ചത്. ഈ ഫംഗ്ഷൻ എന്താണ് റിട്ടേൺ ചെയ്യുന്നത്, പ്ലെയേഴ്സ് ആണ്. പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഡിക്ഷണറി. ആ ഡിക്ഷണറിനകത്ത് എന്താ ഉള്ളത്, ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു കീവേഡ് ഉണ്ട്, ഫുട്ബോൾ എന്ന് പറഞ്ഞ മറ്റൊരു കീവേഡ് ഉണ്ട്. ക്രിക്കറ്റ് എന്ന് പറയുന്ന കീവേഡിനകത്ത് എന്താണ്, ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറയുന്ന ഒരു വേരിയബിളാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ എന്താണ്, വിരാട് കോഹ്ലി. ഓക്കെ, സോ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുക, നമുക്ക് നമ്മുടെ ഡിക്ഷണറി കിട്ടി. ഓക്കെ, സോ ഇതാണ് എന്ത്, ഡിക്ഷണറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഫസ്റ്റ് ഓഫ് ഓൾ വി ലേൺഡ് അബൌട്ട് വേരിയബിൾസ് എന്താണ് അല്ലെ, വേരിയബിൾസിനെ പറ്റിയിട്ട്. ആൻഡ് ദെൻ വാട്ട് ഈസ് എ ഫംഗ്ഷൻ, എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ എഴുതുക, ഫംഗ്ഷനെ എങ്ങനെയാണ് കോൾ ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് ഡിക്ഷണറി, അതെങ്ങനെ നമ്മൾ യൂസ് ചെയ്തു എന്നുള്ള കാര്യവും പഠിച്ചു. ഓക്കെ, സോ ദിസ് ഇസ് ഫോർ നൗ. ആൻഡ് നമ്മൾ വി ഹാവ് ടു എന്താ വർക്ക് ഔട്ട്. ഓക്കെ, നമ്മൾ കൂടെ ഒപ്പം എന്താണ് എഴുതി പ്രാക്ടീസ് കൂടെ ചെയ്യണം. ഓക്കെ, then only it will work well. Okay guys, so see you in the next video. We'll be continuing what we have learned today. Okay, so thank you, happy learning.